ചായയുടെ കൂടെ നല്ല ചൂടുള്ള പഴംപൊരി ആയാലോ? പഴംപൊരി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? നല്ല മുരിഞ്ഞ പഴംപൊരി. എന്നാൽ നമുക്കിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനായി നേന്ത്രപ്പഴം ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിനെ 2ആയി ഭാഗിച്ച് നീളനെ 3-4 ആയി കീറി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്കിതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കാം. അതിനാദ്യം തന്നെ മൈദ ഒരു 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ കിട്ടി. ഇനി നമുക്ക് ചട്ടി വെച്ച് ചട്ടി നല്ല പോലെ ചൂടായി വരുമ്പോൾ ഒരു 1.5 ഗ്ലാസ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ പഴവും എടുത്ത് ഈ ബാറ്ററിലും നല്ല പോലെ മുക്കി ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് അതിൽ കിടന്ന് വെന്ത് കഴിഞ്ഞ് നമുക്ക് മറച്ചിടാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 2-3 മിനിറ്റ് മതി. ഇതേ നമ്മുടെ പഴംപൊരി റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.